ഹലോ നമസ്കാരം. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ രചനയും സംവിധാനം നിർവഹിച്ച കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു ദുരൂഹ സാഹചര്യത്തിൽ വയനാട്ടിലെ തിരുനെല്ലി പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ഈ ചിത്രം സേതു, അതായത് കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം, മധു ദിലീഷ് പോത്തൻ ചെയ്ത കഥാപാത്രം എന്നീ രണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. സർക്കാർ ആശുപത്രിയിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സേതു അരയ്ക്ക് താഴെ തളർന്നു കിടപ്പിലായ തന്റെ ജ്യേഷ്ഠൻ മധുവിനെ സ്നേഹത്തോടുകൂടി പരിചരിക്കുന്നു. മധുവിന് ചെറിയ രീതിയിലുള്ള ഹാലുസിനേഷൻ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഇടയിലേക്ക് രാജേന്ദ്ര പ്രസാദ്, അതായത് സജിൻ ഗോപു ചെയ്ത കഥാപാത്രം എന്നൊരാൾ ഒരു തോക്കുമായി കടന്നു വരുന്നതോടുകൂടി ഇവരുടെ ജീവിതം ഒരു ദുരൂഹ സാഹചര്യത്തിൽ അകപ്പെടുകയാണ്. പോലീസും മാവോയിസ്റ്റും അങ്ങനെയുള്ള അവരുടെ ഒരു വേട്ടയും ഒക്കെയായി കഥ വിചിത്രമായിട്ടുള്ള വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ മേക്കിങ്ങിലും പ്ലോട്ടിലും 1995 പുറത്തിറങ്ങിയ കമലഹാസന്റെ കുരുതിപ്പുനൽ എന്ന സിനിമയുടെ വലിയ സ്വാധീനം, അതോടൊപ്പം തന്നെ കുരുതിപ്പുനലിൻ്റെ സിനിമയിലെ പല രംഗങ്ങളും സംഭാഷണങ്ങളും പലയിടത്തും റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപൂർവ സഹോദരങ്ങൾ, ഗുണ, മഹാനദി അങ്ങനെയുള്ള തുടങ്ങിയ ചിത്രങ്ങളും കമലഹാസൻ ചിത്രങ്ങളുടെ നിഴലുകളും ഈ സിനിമയിൽ നന്നായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ കുഞ്ചാക്കോ ബോബൻ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പുള്ളിക്കാരൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഒന്നായിട്ട് തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താൻ സാധിക്കും. കാരണം നല്ല ഇമോഷണലി നല്ല ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ആൾമാറാട്ടം പോലുള്ള സങ്കീർണമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിലീഷ് പോത്തൻ തളർന്നു കിടക്കുന്ന ആ നിർജീവമായിട്ടുള്ള ഒരു എന്നാൽ പോരാട്ട വീര്യമുള്ള ഒരു ഹൃദയവുമായി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ മോഡുലേഷൻ അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിദംബരം ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നിന്നും മാറി നല്ലൊരു ആക്ടറായിട്ട്, ഒരു ആർമിയാസ് എന്ന് പറയുന്ന ആ ഒരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു, പ്രത്യേകിച്ച് ക്ലൈമാക്സിൻ്റെ സാധനങ്ങളിൽ. പിന്നെ ഈ ഒരു നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതാണ് തോന്നി ഈ സംവിധായകൻ്റെ സിനിമ. ആ ഒരു രീതിയിലുള്ള ഒരു പരീക്ഷണാത്മകമായിട്ടുള്ള ഒരു ശൈലിയാണ് ഇവിടെ അദ്ദേഹം പരീക്ഷിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഒരു പരീക്ഷണ സിനിമയാണല്ലോ, അതേപോലെയുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. ഡാർക്ക് ഹ്യൂമർ സിനിമയുടെ ആദ്യ പകുതിയിൽ നന്നായിട്ട് തന്നെ സിറ്റുവേഷൻ കോമഡികളായിട്ട് നന്നായിട്ട് തന്നെ സമ്പന്നമായിരുന്നു. പക്ഷേ മനുഷ്യബന്ധങ്ങളെ നന്നായിട്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെ ഇത് നന്നായിട്ട് വലിച്ചു കീറി ഉടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഇമോഷണൽ ഡ്രാമ, അങ്ങനെയുള്ള പല തലങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ചാക്കോൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രം ചെയ്യുന്ന മോണോക്ട് രംഗങ്ങൾ സിനിമയുടെ ഒരു ഇമോഷണലി ഒരു ഹൈ സാധനമാണ്. ചിദംബരത്തിൻ്റെ പോലീസ് കഥാപാത്രം നടത്തുന്ന ചോദ്യം ചെയ്യൽ രംഗങ്ങളും അതോടൊപ്പം തന്നെ അതിൽ കുറച്ച് നല്ല പിന്നെ കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പോയിന്റിലെ പിന്നെ ആ ഒരു സാധനങ്ങൾ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ്റർവെല്ല് പഞ്ച്, ഒരു മെറ്റയുടെ ഒരു സംഭവം, ഫസ്റ്റ് ഹാഫ് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സാധനമൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ നോക്കുമ്പോൾ പിന്നെ അർജുൻ സേതു ആണ് ആ ഒരു വയനാടിൻ്റെ വന്യത, ആ ഒരു നിഗൂഢമായിട്ടുള്ള രീതിയൊക്കെ നല്ല രീതിക്ക് ക്യാമറയിൽ നന്നായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. എനിക്ക് സ്പെഷ്യലി ആ നൈറ്റ് ഷോട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സംഗീതം, ഡോൺ വിൻസെൻറ്റിൻ്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഒഴുക്കിനനുസരിച്ചിട്ട് അങ്ങനെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ടുണ്ട്. ഒരു പിന്നെ ഇതായിട്ട് തോന്നിയില്ല, ഇത് മ്യൂസിക് ഉണ്ട് എന്നുള്ളൊരു ഫീൽ തോന്നിയിട്ടില്ല. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് മേക്കപ്പ് ആർട്ടും. സിനിമയുടെ ആ ഒരു റോ നിലനിർത്തുന്നതിൽ നന്നായിട്ട് തന്നെ പിന്നെ മേക്കപ്പ് ആ ഒരു ആർട്ടും ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ജാഫർ ഇടിക്കിയുടെ ആ ഒരു ലുക്ക് ഭയങ്കര ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ പിന്നെ കുഞ്ചാക്കോയുടെ ആ മുഖത്ത് വന്നിട്ടുള്ള ഒരു ചെറിയൊരു മാറ്റവും ഗംഭീരമായിട്ടുള്ള ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ആർട്ടിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ലൈറ്റിങ്ങും ആർട്ടും ആ ഒരു ക്ലൈമാക്സിനകത്ത് ആ ഗുഹയ്ക്കകത്തുള്ള ഒരു സെറ്റപ്പ് ഗംഭീര സാധനം. ഒരു നല്ല അതിൻ്റെ അകത്ത് ആ ഫൈനലിൽ കട്ടിൽ വരുന്ന സമയത്ത് അതിൻ്റെ ലൈറ്റിങ്, പ്രത്യേകിച്ച് വേറൊരു ലൈറ്റിങ്ങും ഇല്ല, ചെറിയൊരു അരണ്ട വെളിച്ചത്തിൽ ആണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ആ സാധനം വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എവിടെയോ സെക്കൻഡ് ഹാഫിൽ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു താളം കിട്ടിയില്ല. പല കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് ഇമോഷണലി കണക്റ്റായി മുന്നോട്ട് അവരോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് പോത്തൻ്റെ കഥാപാത്രവുമായിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എവിടെയോ കണക്ഷൻ കട്ടായി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെമിസ്ട്രി സാറിൻ്റെ ആ ഒരു രീതിയിലുള്ള സാധനമായിരുന്നാലും പിന്നെ സേതുവിൻ്റെ കഥാപാത്രമായിരുന്നാലും അത് മുന്നോട്ട്
എവിടെയോ ബ്രേക്കായി പോയി. വിപ്ലവം പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ നായികയുമായിട്ടുള്ള അവരുടെ ആ ഒരു ബോണ്ടിങ്, അതും ഇതിനിടയിൽ വിപ്ലവം കൊണ്ട് കയറ്റിയിട്ട് അതിൻ്റെ കണക്ഷൻ കട്ടായിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞതിന് ശേഷമാണ് എവിടെയോ സംഭവം മിസ്സിങ് ആയി പോയി, കണക്റ്റായില്ല. അതായത് തിരക്കഥയിൽ സംതിങ്, ഏതോ ഒരു ഡയലോഗിൽ കഥ മറ്റൊരു തലത്തിലേക്ക് പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് വളരെ ഗംഭീരമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പരീക്ഷണ സിനിമ എന്നുള്ള നിലയിൽ നല്ല രീതിക്ക് ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇത്. പക്ഷേ തിരക്കഥയിൽ സംതിങ് റോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഒരു കുഞ്ചാക്കോബൻ്റെ അഭിനയം കാണാം എന്നുള്ള നിലയ്ക്ക്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മേക്കിംഗ് പരീക്ഷണ സിനിമ എന്നുള്ള നിലയ്ക്കും കൂടി നമുക്ക് ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ അനുഭവപ്പെട്ടത്. താങ്ക്